Now we are going to discuss about career planning steps. What are the steps in career planning? First one, self-assessment, then career exploration, then third one, targeting, then fourth one, career preparation, and fifth one, marketing yourself. What is marketing yourself? The way of marketing yourself are the way you dress, the way you speak, the way you present yourself, your whole package for success, your attitude. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിൽ, അതുപോലെ നമ്മുടെ സ്പീക്കിങ്ങിൽ, അതുപോലെ നമ്മുടെ പ്രസൻറ്റേഷൻ, അതുപോലെ നമ്മുടെ ഹോൾ പാക്കേജ് ഓഫ് സക്സസ്, അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം നമ്മളെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോപ്പർ ഡ്രസ്സിങ് ആയിരിക്കണം നമ്മളെപ്പോഴും. അപ്പോൾ ഇംപ്രസിങ് ഡ്രസ്സായിരിക്കണം, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സായിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേ ഓഫ് യു സ്പീക്ക്. നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ സ്പീക്ക് ചെയ്യുക, അല്ലേ? ചിലവർ ഹാർഡായിട്ട് സംസാരിക്കും, ചിലവർ സോഫ്റ്റായിട്ടായിരിക്കും. അങ്ങനെയുള്ള സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളൊരു ബെറ്റർ ലിസണർ ആയിരിക്കണം, അതുപോലെ നമ്മൾ സപ്പോർട്ടീവ് ആയിരിക്കണം, അതുപോലെ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, അതുപോലെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ അതർ പീപ്പിൾസിനെ ട്രീറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ നമുക്ക് സോഫ്റ്റ് സ്കിൽ ഉണ്ടായിരിക്കണം. നമ്മൾ സോഷ്യലൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മളെ തന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്തണം. അതുപോലെ നമ്മൾ എപ്പോഴും ഡൈനാമിക്കായിട്ട് ആക്ട് ചെയ്യണം, ഡൈനാമിക് ആയിരിക്കണം. അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണം. അതുപോലെ നമ്മളെ സെൻസ് ഓഫ് ഹ്യൂമർ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്പീക്കിങ്ങിൽ, നമ്മളെ പ്രസൻറ്റേഷനിൽ, നമ്മളെ ഹോൾ പാക്കേജ് ഓഫ് സക്സസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ദെൻ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം? ചിലർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ചിലർ ഇംപേഷ്യൻ്റ് ആയിരിക്കും, ചിലർ നല്ല പേഷ്യൻ്റ് ആയിരിക്കും, അതുപോലെ അഗ്രസീവ്, ചിലർ സ്ട്രെസ്ഡ് ആയിരിക്കും, ചിലർ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, ചിലർ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അതുപോലെ ചില ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചിലർ പാസീവ് ഓർ ആക്റ്റീവ്, അല്ലെ? പാസീവായിട്ടുള്ള ക്യാരക്ടറുണ്ട്, ആക്റ്റീവായിട്ടുള്ള ക്യാരക്ടറുണ്ട്. അതുപോലെ ക്യൂരിയോസിറ്റി ഉള്ളവരുണ്ട്, അതുപോലെ അൺകൺസേൺഡ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ ജനറസ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ സ്റ്റിങ്ങി ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് ആയവരുണ്ട്, പെസിമിസ്റ്റിക് ആയവരുണ്ട്, സെൽഫിഷ് ആയവരുണ്ട്, സെൽഫ് സാക്രിഫൈസിങ് ആയവരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ വേ ഓഫ് പേഴ്സണാലിറ്റി, നമ്മളെ വേ ഓഫ് പ്രസൻറ്റേഷൻ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? അടുത്തത് കരിയർ മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. അതിൽ 4 സ്റ്റെപ്പുകളാണുള്ളത്. അവയർനെസ്, ഗോൾ സെറ്റിംഗ്, സ്ട്രാറ്റജി ആൻഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക്. ഫസ്റ്റ് വൺ അവയർനെസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അക്യുറേറ്റ് പിക്ചർ ഉണ്ടായിരിക്കണം നമ്മളെ നോളജിനെ കുറിച്ചും, അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചും, അതുപോലെ നമ്മളെ കരിയറിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ചും ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ ഗോൾ സെറ്റിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് റിയലിസ്റ്റിക് കൺസെപ്ച്വൽ ആൻഡ് ഓപ്പറേഷണൽ ഗോൾസ്. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം അത് റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഗോൾസ് ഏതാണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നമ്മൾ ഗോള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഗോള് സെറ്റാക്കണം. ദെൻ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കരിയർ സ്ട്രാറ്റജീസ്. ഓക്കെ, നമ്മൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കരിയർ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും, അതുപോലെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യണം.
നെക്സ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ഫീഡ്ബാക്കാണ്. നമ്മൾ ഇത്രയും ചെയ്ത 3 സ്റ്റെപ്സ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഏതാണോ ഗോള്, ഏതാണോ കരിയർ നമ്മൾ സെറ്റ് ചെയ്തത് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, വെൻ ഡു യു നീഡ് കരിയർ ഗൈഡൻസ്? അപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് നമുക്ക് കരിയർ ഗൈഡൻസ് ആവശ്യമായിട്ട് വരിക? അതിൽ നമ്മൾ 5 സ്റ്റെപ്സ് ആയിട്ട് 5 പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ഗ്രാജുവേറ്റ് സ്റ്റാർട്ടിങ് ദെയർ പ്രൊഫഷണൽ ജേണി. അല്ലേ? അപ്പോൾ ഫ്രഷ് ഗ്രാജുവേറ്റ്, അപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് കയറാൻ നോക്കുക. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഫ്രഷ് ഗ്രാജുവേറ്റ് സ്റ്റാർട്ടിങ് ദ പ്രൊഫഷണൽ ജേണി. അപ്പോൾ പ്രൊഫഷണൽ ജേണിയിലേക്ക് കയറാൻ പറ്റുന്ന ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആണ് നമ്മൾ കരിയർ ഗൈഡൻസിന് ആദ്യമായിട്ട് സമീപിക്കുന്നവർ. ദെൻ മിഡ് കരിയർ പ്രൊഫഷണൽ സീക്കിംഗ് ഗ്രോത്ത്. അപ്പോൾ ഈ മിഡ് കരിയർ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷനിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരും എന്ത് ചെയ്യും? അവരെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കരിയർ ഗൈഡൻസിനെ അവർ സമീപിക്കും. അതുപോലെ വൈൽ ട്രാൻസിഷനിങ് ടു എ ന്യൂ ഫീൽഡ്. അപ്പോൾ ഒരു ഫീൽഡിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോഴും അപ്പോൾ കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യം വരും. അതുപോലെ റീ എൻട്രിങ് ദ വർക്ക് ഫോഴ്സ് ആഫ്റ്റർ എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വേറെ അതേ വർക്ക് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് ഫീൽഡിലേക്കോ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യം വരും. ദെൻ ഇൻ കേസ് ഓഫ് വർക്ക് ഫോഴ്സ് ലേ ഓഫ്, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തൊഴിലിൽ നിന്ന് റിസൈൻ ചെയ്തവർക്കൊക്കെ ഇനി വേറൊരു ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇത്രയാണ് ഫ്രഷ് ഗ്രാജുവേറ്റ് സ്റ്റാർട്ടിങ് ദർ പ്രൊഫഷണൽ ജേണി, ദെൻ മിഡ് കരിയർ പ്രൊഫഷണൽ സീക്കിംഗ് ഗ്രോത്ത്, വൈൽ ട്രാൻസിഷനിങ് ടു എ ന്യൂ ഫീൽഡ്, റീ എൻട്രിങ് ദ വർക്ക് ഫോഴ്സ് ആഫ്റ്റർ എ ബ്രേക്ക്, ഇൻ ദ കേസ് ഓഫ് വർക്ക് ഫോഴ്സ് ലേ ഓഫ്. ഇത്രയും ആൾക്കാരാണ് കരിയർ ഗൈഡൻസ് ആവശ്യമായി വരുന്നത്. ഓക്കെ. വാട്ട് ഈസ് കരിയർ ഗൈഡൻസ്? Career guidance is assisting individuals to achieve their identified career options and professional goals. അപ്പോൾ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻ്ററാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഒരു സെൻ്റർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസിൻസ് ആവാം, എന്തെങ്കിലും സൈറ്റുകളാവാം, ഏതെങ്കിലും ആവാം കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അച്ചീവ് ദെയർ ഐഡൻറ്റിഫൈഡ് കരിയർ ഓപ്ഷൻ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. അപ്പോൾ അവരുടെ കരിയർ ഓപ്ഷൻസോ അതുപോലെ പ്രൊഫഷണൽ ഗോൾസോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ആക്ടിങ് ആസ് എ ഗൈഡ് ടു ലീഡിങ് ഡയറക്റ്റിംഗ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റുഡൻറ്റ് ഹാസ് ഡിസൈഡ് ടു ബിക്കം ഫാഷൻ ഡിസൈനർ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫാഷൻ ഡിസൈനർ ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരിയർ ഗൈഡൻസിൻ്റെ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? വിച്ച് സ്ട്രീം ദേ നീഡ് ടു ടേക്ക്, what exams need to prepare, which college has better option based on financial condition. Career guidance will help them plan their career path. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനറാണ് അവർ ഡിസൈഡ് ചെയ്ത കരിയർ എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഏത് സ്ട്രീമാണ്? ഫാഷൻ ഡിസൈനിൽ തന്നെ ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. അതിൽ ക്ലോത്ത് ഡിസൈനിങ്, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ്, അതുപോലെ വെഹിക്കിൾ ഡിസൈനിങ്, ഓർണമെൻറ്റ്സ് ഡിസൈനിങ്, ഒരുപാട് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സുകളിലേക്ക് ഏത് സ്ട്രീമിലേക്കാണ് അവർക്ക് ആവശ്യം അത് അവർക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഏതൊക്കെയാണ് എക്സാംസ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് കോളേജിലാണ് ബെറ്റർ ഓപ്ഷൻസ് ഉള്ളത്, ഏത് ഫിനാൻഷ്യൽ കണ്ടീഷനിൽ വെച്ചിട്ട് അവർക്ക് ഈ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ഓപ്ഷൻസ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഈ കരിയർ ഗൈഡൻസ് സെൻറ്റേഴ്സാണ്. ഓക്കെ. അപ്പോൾ കരിയർ ഗൈഡൻസ് വിൽ ഹെൽപ്പ് ദം പ്ലാൻ ദെയർ കരിയർ പാത്ത്. അപ്പോൾ കരിയർ ഗൈഡൻസ് ചെയ്യുന്ന കുറച്ച് സർവീസുകളാണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, ദെൻ ടു അഡാപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഓഫറിംഗ് ആർട്ട് ഓഫ് ബെറ്റർ ലിവിംഗ്, ദെൻ പ്രോപ്പർ യൂസ് ഓഫ് ലെഷർ ടൈം, holistic personality development, best use of available opportunities, then motivates for effective utilization and development of self. അപ്പോൾ നമ്മൾ കരിയർ ഗൈഡൻസിൽ ഇൻഡിവിജ്വൽ പേഴ്സണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവൈലബിൾ ഓപ്ഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതുപോലെ അതിൻ്റെ ചേഞ്ചസ്
ഈ ഡിസിഷൻ മേക്കിംഗ് തന്നെ വീണ്ടും ചേഞ്ചസ് ഉണ്ടാവും. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എംപവർ ദി ഇൻഡിവിജ്വൽ ടു എൻഹാൻസ് ദി നോളേജ്. അവരുടെ ഇൻഡിവിജ്വലിൻ്റെ നോളേജ് എൻഹാൻസ് ചെയ്യാനും അത് എംപവർ ചെയ്യാനും വേണ്ടിയിട്ടും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അസിസ്റ്റ് ദി ഇൻഡിവിജ്വൽ ഇൻ കരിയർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെയും കരിയർ പ്ലേസ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കരിയർ ഗൈഡൻസിൻ്റെ ഹെൽപ്പിങ്ങും അവർ ചെയ്യുന്ന സർവീസുകളും. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഓഫ് കരിയർ ഗൈഡൻസ്. നമ്മളിതുവരെ പറഞ്ഞു തന്നെയാണ് നീഡ് ഓഫ് കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ എ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പ്രോഗ്രാം ഡെവലപ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് കോമ്പിറ്റൻസീസ് ഇൻ സെൽഫ് നോളേജ്, എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. അപ്പോൾ ഏത് ഇൻഡിവിജ്വലിനും അവരുടെ ഇൻഡിവിജ്വൽ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അവരെ സെൽഫ് നോളേജ്, എഡ്യൂക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷണൽ എക്സ്പ്ലോറേഷൻ, കരിയർ പ്ലാനിങ്, ഇതിൽ അവരുടെ ഇൻഡിവിജ്വൽ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന സെൻറ്റേഴ്സുകളാണ് കരിയർ ഗൈഡൻസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ബെറ്റർ ഓപ്ഷൻ, അത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെയാണ് സമീപിക്കുക. അവരെ അസിസ്റ്റ് ചെയ്യും. കരിയർ ഗൈഡൻസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോഗ്രാംസ് നമ്മളെ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏതാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു വേണ്ട, അവർ അസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബെറ്റർ കരിയർ ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്തിട്ട് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ.